നല്ല പഞ്ഞി പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടി കുട്ടി മാർബിൾ കേക്ക് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയാലോ? അതും ഓവനോ, ബീറ്ററോ, മുട്ടയോ ഒന്നും തന്നെ ചേർക്കാതെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ മിസ് ചെയ്യാതെ ദാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പും 1/4 കപ്പ് നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തൈരാട്ടോ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ദാ ഇതുപോലെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ? ഒരു ചെറിയൊരു കട്ടിയുള്ള പരുവത്തിനാണ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് ശരിക്കും ഒന്നും കൂടെ കട്ടകളൊന്നുമില്ലാതെ യോജിപ്പിച്ചെടുത്താലുണ്ടല്ലോ നമ്മുടെ കേക്കിന്റെ മിക്സിങ്ങിന്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. പാലൊഴിക്കുമ്പോൾ രണ്ടായിട്ട് ഒന്ന് ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ദാ ഇതേപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോ മാർബിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ മിക്സ് രണ്ടായിട്ട് ഒന്നിങ്ങ് ഡിവൈഡ് ചെയ്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 4 ടേബിൾ സ്പൂൺ പാലും ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്നും കൂടി കട്ടകളൊന്നുമില്ലാതെ യോജിപ്പിച്ചെടുത്താലുണ്ടല്ലോ നമ്മുടെ മാർബിൾ കേക്കിന്റെ മിക്സിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ദാ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചുറ്റും ഒന്ന് ഇതേപോലെ ഓയിൽ പറ്റി കൊടുക്കുക. ഇനിയിപ്പോ ലെയർ ലെയർ ആയിട്ട് ദാ ഇതേപോലെ രണ്ട് മിക്സും കുറച്ച് കുറച്ച് ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ആക്കി റെഡിയാക്കി എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരിട്ട് അടുപ്പത്തേക്കല്ല വെക്കുന്നത്. ഒരു അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിന്റെ മേളിലേക്കാട്ടോ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കുന്നത്. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 15-20 മിനിറ്റുള്ളിൽ നന്നായിട്ട് റെഡി ആയിട്ട് വന്നോളും. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കാട്ടോ.